നമുക്ക് ഈ അസ്ഥികൂടത്തിനെ പറ്റിയിട്ട് സ്കെലറ്റൽ സിസ്റ്റത്തെ പറ്റിയിട്ട് ചെറിയ രീതിയിലൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹ്യൂമൻ സ്കെലറ്റനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആക്സിയൽ സ്കെലറ്റനും അപ്പൻഡിക്കുലാർ സ്കെലറ്റനും. ഇവിടെ ഈ വയലറ്റ് കളറിൽ അല്ലെങ്കിൽ പേർപ്പിൾ കളറിൽ കാണുന്നില്ലേ മക്കളെ, ദിസ് വൺ, ഇവരെല്ലാവരും കൂടെ ഇതാണ് ആക്സിയൽ സ്കെലറ്റനിൽ വരുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബോൺസ് സീൻ ഇൻ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി. ഇതാണല്ലോ നമ്മുടെ ബോഡിയുടെ സെൻട്രൽ ആക്സിസ്. ഓക്കെ, ഈ സെൻട്രൽ ആക്സിസിൽ കാണുന്ന ബോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിയൽ ബോൺസ്. അപ്പോൾ അതിൽ വരുന്ന ആരാണ്, സ്കൾ. ഈ ഒരു സ്കളിൽ എത്ര ഉണ്ട്, കഴുത്തിൻ്റെ ഇവിടെ അല്ല കേട്ടോ, ഈ സ്കളിൽ മാത്രം നമ്മൾ നോക്കുന്ന സമയത്ത് 29 ബോൺസ് ഉണ്ട് സ്കളിൽ. ഓക്കെ, പിന്നെ വരുന്ന ആളാണ് സ്റ്റേണം. ഇതാണ് സ്റ്റേണം, നമ്മുടെ മാറല്ലെന്ന് പറയും. സ്റ്റേണം ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ റിബ്സ്, വാരിയല്, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 24. ഒരു സൈഡിൽ 12, മറ്റേ സൈഡിൽ 12, 12 + 12 24. അതേപോലെ വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടെല്ല്, ബാക്കിൽ കാണുന്ന നട്ടെല്ല് 26 വെർട്ടിബ്രൽ കോളമാണ് നമുക്കുള്ളത്. 26 വെർട്ടിബ്രാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ആക്സിയൽ സ്കെലറ്റൻ ടോട്ടൽ എത്രയായി, 29 + 1 + 24 + 26 80. ഓക്കെ, അപ്പോൾ ഇത് സെറ്റല്ലേ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൻഡിക്കുലാർ സ്കെലറ്റനാണ്. അപ്പോൾ ഈ ആക്സിൽ സെൻട്രൽ ആക്സിസുമായിട്ട് കൺസിസ്റ്റ് ചെയ്യുന്ന ആക്സിയൽ സ്കെലറ്റൻ പഠിച്ചില്ലേ. ഈ സെൻട്രൽ ആക്സിസിനോട് കണക്ട് ചെയ്തിട്ടുള്ള ബോൺസിനെയാണ് നമ്മൾ അപ്പൻഡിക്കുലാർ സ്കെലറ്റൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്, ഈ ഒരു റോസ് കളറിൽ കൊടുത്തതൊക്കെ എന്താണ്, അപ്പൻഡിക്കുലാർ സ്കെലറ്റനാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് പെക്ടറൽ ഗേർഡിൽ. അതായത് നമ്മളുടെ ഈ തോളിലെ എല്ലുകളില്ലേ, അതിനെയാണ് നമ്മൾ പെക്ടറൽ ഗേർഡിൽ എന്ന് പറയുക. ഇത് 4 എണ്ണം ഉണ്ട് തോളിൽ. പെൽവിക് ഗേർഡിൽ നമ്മളുടെ ഇടുപ്പിലുള്ള എല്ല്, ഇത് 2 എണ്ണമാണ്. പിന്നെ ഫോർ ലിംബ്, കൈകളിൽ 60, ഒരു കൈയിൽ 30, മറ്റേ കൈയിൽ 30, അപ്പോൾ കൂടുമ്പോൾ 60. കാലുകളിലും അതെ 60 ബോൺസാണ് നമുക്കുള്ളത്. ഓക്കെ ഓക്കെ, കാലിലും കൈയിലും 60 60. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയായി, 126ആയി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ സ്കെലറ്റനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആക്സിയൽ സ്കെലറ്റനും അപ്പൻഡിക്കുലാർ സ്കെലറ്റനും. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് 206, 206. നമ്പർ ഓഫ് ബോൺസ് ഇൻ ആക്സിയൽ സ്കെലറ്റൻ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലറ്റൻ, ആക്സിയലിൽ 80, അപ്പൻഡിക്കുലാറിൽ 126, ടുഗെദർ 206. ഓക്കെ, സോ നമുക്ക് ബോൺസിൻ്റെ ഏകദേശം ഒരു എണ്ണം മനസ്സിലായോ? യെസ്. ഈസ് ദ നമ്പർ ഓഫ് ബോൺസ് സെയിം ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ്? വാട്ട് ഈസ് ദ റീസൺ? അതായത് നമ്മൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള അതേ ബോണിൻ്റെ എണ്ണമാണോ നമുക്കിപ്പോഴും ഉള്ളത്? എന്താ നിങ്ങളൊരു അഭിപ്രായം? അല്ല. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണ് നമുക്ക് നോക്കിയാലോ. നമ്പർ ഓഫ് ബോൺസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് ഡിഫറെൻറ്റ്. ഓക്കെ, ന്യൂ ബോൺസ് അപ്രോക്സിമേറ്റ്ലി 300 ബോൺസ് ആൻഡ് ചിൽഡ്രൻ അറൗണ്ട് 270 ബോൺസ്. ഓക്കെ, അത് അഡൽട്ട്സിലെത്തുമ്പോൾ എന്തായി, 206ആയിട്ട് മാറി. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ബോൺ ഫ്യൂഷൻ ഒരു നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ് ബോൺ ഫ്യൂഷൻ. അതുവഴിയാണ് നമ്മളുടെ കുട്ടികളുടെ ബോൺസും അഡൽട്ട്സിൻ്റെ ബോൺസും ഒക്കെ ഡിഫറെൻ്റ് ആവാനുള്ള കാരണം അതിൻ്റെ എണ്ണത്തിൽ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രക്ചർ ഓഫ് ബോൺസ് ആണ്. അപ്പോൾ ബോണിൻ്റെ സ്ട്രക്ചർ, ഇതിൽ നമ്മൾ മെയിനായിട്ട് അറിയേണ്ട 1-2 വേർഡ്സാണ് പെരിയോസ്റ്റിയം, ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ, ഇങ്ങനെയുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ്, ബോൺസ് കൺസ്റ്റിറ്റ്യൂട്ട് 80% ഓഫ് ദ ബോഡി വെയ്റ്റ്. നമ്മളുടെ മനുഷ്യന്മാരുടെ ബോഡി വെയ്റ്റിൻ്റെ 18% എന്താണ്, ബോൺസ് ആണ്. ബോൺസ് പ്രൊവൈഡ് സ്ട്രക്ചർ, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ബോഡി. പെരിയോസ്റ്റിയം ഇസ് ദ മെംബ്രെയിൻ ദാറ്റ് കവർ ഈച്ച് ബോൺ. ഓരോ ബോണിനെയും കവർ ചെയ്യുന്ന മെംബ്രെയിനാണ് പെരിയോസ്റ്റിയം. ഓക്കെ, ഇതേ സെൻറ്റൻസുകൾ നിങ്ങൾ നമ്മുടെ മുന്നത്തെ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. പ്ലൂറ നമ്മളുടെ ശ്വാസകോശം, ലങ്സിനെ പൊതിഞ്ഞിട്ടുള്ള മെംബ്രെയിനാണ്. പെരികാർഡിയം നമ്മളുടെ ഹാർട്ടിനെ പൊതിഞ്ഞിട്ടുള്ള മെംബ്രെയിനാണ്. പെരിയോസ്റ്റിയം ബോണിനെ കവർ ചെയ്യുന്ന മെംബ്രെയിനാണ്. ഓക്കെ, ബ്ലഡ് വെസൽ, നെർവ്സ്, ലിംസ്, വെസൽസ് ആർ ഫൗണ്ട് ഇൻ ബോൺസ്. കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ
ആൻഡ് സോൾട്ട്സ് പ്രൊവൈഡ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ബോൺസ്. അപ്പോൾ ബോണ്ടിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഇവരൊക്കെയാണ്. ദെൻ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഓഫ് ബോൺ ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺസ് മേക്കിംഗ് ദം സ്ട്രോങ് ആൻഡ് ഫേം. ഓൾസോ ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. അപ്പോൾ എല്ലുകളിൽ കാണുന്നൊരു എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ. ഇവരാണ് മിനറൽസിനെ ബോൺസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ബോണിനെ ഗ്രോ ചെയ്യിപ്പിക്കുന്നതും റിപ്പയർ ചെയ്യിപ്പിക്കുന്നതും സ്ട്രോങ് ആക്കുന്നതൊക്കെ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ആണ്. ഓക്കെ, സോ ഹാർഡ്നെസ് ഓഫ് ബോൺ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, സോൾട്ട് പ്രൊവൈഡ് ഹാർഡ്നെസ്. ദെൻ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് എന്തിനാണ്? ടു ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺസ് മേക്കിംഗ് ദം സ്ട്രോങ് ആൻഡ് ഫേം ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? കാർട്ടിലേജ്. നമ്മുടെ മൂക്കിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ ചെവിയുടെ ഈ പിന്ന ഒക്കെ പിടിച്ചു നോക്കൂ. അതെന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എല്ലാണോ? ഹാർഡാണ്, പക്ഷെ എല്ലിൻ്റെ അത്ര ഹാർഡാണോ? അല്ല. എന്നാൽ ഫ്ലഷ് അല്ലല്ലോ? അല്ല. ഇതിന് രണ്ടിൻ്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ആളാണ് കാർട്ടിലേജ്. ഓക്കെ, കാർട്ടിലേജ് ഈസ് ദ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഈസ് സോഫ്റ്റർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ ദാൻ ബോൺസ്. ബോൺസിനെക്കാളും സോഫ്റ്ററും ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. എവിടേക്കാണ് ഇത് കാണുന്നത്? എൽബോ, നീസ്, ആങ്കിൾ, at the tip of ribs, between the vertebrae of the vertebral column, pinna, at the tip of nose and trachea. ഇത്രയും സ്ഥലത്ത് കാർട്ടിലേജ് നമുക്ക് കാണാം. ഓക്കെ, സോ കാർട്ടിലേജ് പ്രസൻറ്റ് at the tip of the bones reduce friction in joints. Blood vessels and nerves are absent in them. Due to the absence of blood vessel, their growth is slower than the rest of the cells. അതെ, എല്ലൊടിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ഷൻ വന്നാൽ അത് കുറച്ച് കാലം നമ്മൾ റെസ്റ്റൊക്കെ എടുത്താൽ അത് ബാക്ക് ടു നോർമലാവും. ബട്ട് കാർട്ടിലേജ് അങ്ങനെ പോയാൽ അത് റീഗ്രോ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ബ്ലഡ് വെസലും നെർവ്സും ഒന്നുമില്ല. ദാറ്റ് ഇസ് വൈ. ഓക്കെ, ബോൺസിൻ്റെയും കാർട്ടിലേജിൻ്റെയും കമ്പാരിസൺ നോക്കിയാലോ? ബോണും കാർട്ടിലേജും തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കിയാൽ ബോൺസ് എന്താണ്? കോമ്പണൻസ് സച്ച് ആസ് കാൽഷ്യം, ഫോസ്ഫേറ്റ്, സോൾട്ട്സ്, കൊളാജൻ, പ്രോട്ടീൻ, മിനറൽസ്, ഇതൊക്കെയാണ് ബോൺസിലെ കോമ്പണൻസ് എന്ന് പറയുന്നത്. കാർട്ടിലേജ് ആണെങ്കിലോ സോഫ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോൺസും കണക്റ്റീവ് ടിഷ്യൂ ആണ്, പക്ഷേ ബോൺസ് കുറച്ചുകൂടെ ഹാർഡാണ്, അങ്ങനെ ഫ്ലെക്സിബിൾ അല്ല. പക്ഷേ കാർട്ടിലേജ് സോഫ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ബോൺസിൽ ബ്ലഡ് വെസൽസ്, നെർവ്സ്, ലിംഫ് ഇതൊക്കെ കാണുന്നുണ്ട്. കാർട്ടിലേജിൽ അതൊന്നുമില്ല, ആബ്സെൻ്റ് ആണ്. ദെൻ ബോൺസ് എന്തിനാണ്? പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്, സ്ട്രെങ്ത്, പ്രൊട്ടക്ഷൻ. അതേസമയം കാർട്ടിലേജ് രണ്ട് ബോൺസിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറക്കലാണ് അവരുടെ മെയിൻ ജോബ്. യെസ്, റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മനുഷ്യൻ്റെ ഒരു വിധമായി. ഇനി നമുക്ക് നമ്മുടെ ചുറ്റുപാടിലോട്ട് നിരീക്ഷിച്ച് നോക്ക്. ഞണ്ടിനെ ഇഷ്ടമാണോ? ഓക്കെ, പിന്നെ ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച്, എർത്ത് വർം, ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? എല്ലാ ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, അതായത് എല്ല് ഉള്ളിലാണോ പുറത്തുള്ളവരുമില്ലേ? ഉണ്ട്. ഓരോ ഓർഗാനിസംസിനും അവരുടെ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഹൈഡ്രോസ്കെൽറ്റൻ, എക്സോസ്കെൽറ്റൻ, എൻഡോസ്കെൽറ്റൻ. അപ്പോൾ ഇവരെ നമുക്ക് ഒന്ന് ടാബുലൈസ് ചെയ്തിട്ട് പഠിച്ചാലോ? യെസ്, കം ലെറ്റ്സ് ഗോ. ഡൈവേഴ്സിറ്റി ഇൻ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. അപ്പോൾ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതിലെന്തൊക്കെയാണ്? ഹൈഡ്രോസ്കെലറ്റൻ, എക്സോസ്കെലറ്റൻ, എൻഡോസ്കെലറ്റൻ. ഓക്കെ, ഫസ്റ്റ് കോമ്പണൻസ്. ഹൈഡ്രോസ്കെലറ്റൻ കോമ്പണൻസ് എന്താണ്? ഫ്ലൂയിഡ് ഫീൽഡ് ചേമ്പറാണ് ഹൈഡ്രോസ്കെലറ്റൻ. എന്നാൽ എക്സോസ്കെലറ്റനിൽ വരുമ്പോൾ ഹാർഡ് ഷെൽ മേഡപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഓയിസ്റ്റർ, ക്രാബ്സ്, മ്യൂസൽസ് പോലെയുള്ള ജീവികളിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഹാർഡ് ഷെല്ലും, കോക്രോച്ച്, ഗ്രാസ് ഹോപ്പർ പോലെയുള്ള ജീവികളിൽ കൈറ്റിൻ കൊണ്ടുള്ള ഹാർഡ് ഷെല്ലുമാണ് കാണുന്നത്. എൻഡോസ്കെലറ്റൻ ആകുമ്പോൾ കാർട്ടിലേജും പോകണം. ഓക്കെ, ഹൈഡ്രോസ്കെലറ്റൻ്റെ ഫങ്ഷൻ എന്താണ്? മെയിൻറ്റെയിൻ ബോഡി സ്ട്രക്ചർ ആൻഡ് ലോക്കോമോഷൻ. എക്സോസ്കെലറ്റൻ്റെ ഫങ്ഷൻ മൂവ്മെൻറ്റ്, ലോക്കോമോഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ദ ബോഡി. ഓക്കെ,
എൻഡോസ്കെലറ്റൻ ആകുമ്പോഴും ഷേപ്പ് ടു ദ ബോഡി, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്, മൂവ്മെൻറ്റ്, ഇതിനൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോസ്കെലറ്റൻ എക്സാമ്പിൾ സ്നെയിൽ, ഹൈഡ്ര, എർത്ത് വോം ഇതൊക്കെയാണ്. എക്സോസ്കെലറ്റൻ ക്രാബ്, ഓയിസ്റ്റർ, മെസൽ, കോക്രോച്ച്, ഗ്രാസ് ഹോപ്പർ. എൻഡോസ്കെലറ്റൻ എത്തുമ്പോൾ ഏകദേശം എല്ലാ വെർട്ടിബ്രേറ്റ്സും എൻഡോസ്കെലറ്റനുള്ള ജീവികളാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജോയിൻസ് ആണ്. സോ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോൺസിനെ കണക്ട് ചെയ്യുന്ന ആളാണ് ജോയിൻസ്. ഓക്കെ, നമ്മുടെ ജോയിൻസ് അല്ലാതെ ബോൺ ഒറ്റൊരു വടി പോലെ നിൽക്കല്ല. നമ്മുടെ ബോൺസിൽ ഇപ്പോൾ നമ്മളുടെ കൈ ഇങ്ങനെ മടക്കുന്നതും നമ്മളുടെ വിരലുകൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് മടക്കാൻ പറ്റുന്നതൊക്കെ വിരലുകൾക്ക് ജോയിൻസ് ഉള്ളതാണ്. സോ ബോൺസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ ജോയിൻസ്. കണക്റ്റിംഗ് ദ ബോൺസ് ഇൻ ദ വേ മേക്സ് മൂവ്മെൻറ്റ് ഈസിയർ. അപ്പോൾ മൂവ്മെൻറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ജോയിൻസ്. ദ സ്കെലറ്റൽ ജോയിൻസ് ഹാവ് സം പെക്യൂലിയാരിറ്റീസ്. അപ്പോൾ ഇനി നമുക്ക് ജോയിൻസിനെ കുറിച്ചിട്ട് പഠിച്ചാലോ? അതിന് മുന്നേ ഈ ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ലേബൽ ചെയ്യാനും റീഡ്രോ ചെയ്ത് പഠിക്കണേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജോയിൻസ്, പാർട്ട് ഓഫ് ജോയിൻസ്. അതിൽ ലിഗമെൻറ്റ് ഫൗണ്ട് അറ്റാച്ച്ഡ് ടു ബോൺസ്, കണക്ട് ടു ബോൺസ്. ഇതാണ് അതിൻ്റെ ഫങ്ഷൻ. ലിഗമെൻറ്റ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണുന്നു. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? രണ്ട് ബോൺസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിഗമെൻറ്റ്. ക്യാപ്സ്യൂളോ സീൻ ഇൻസൈഡ് ദ ലിഗമെൻറ്റ്. ലിഗമെൻറ്റിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ക്യാപ്സ്യൂള്. ഹെൽപ്സ് ഇൻ സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് മസിലിൻ്റെ സ്മൂത്ത് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. കാർട്ടിലേജ് ആകുമ്പോൾ ബോണിൻ്റെ ടിപ്പിൽ കാണുന്നതാണ് കാർട്ടിലേജ്, ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. സിമിലർലി സൈനോവിയൽ ഫ്ലൂയിഡ് ഇസ് ദ ഫ്ലൂയിഡ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ടു ബോൺസ്. ബോൺസിൻ്റെ ഇടയിൽ കാണുന്നതാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഇതെന്തിനാണ്? ഇതും ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സൈനോവിയൽ സെൽസ് ഫൗണ്ട് ഇൻ ദ സൈനോവിയൽ മെംബ്രെയിൻ പ്രൊഡ്യൂസ് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സൈനോവിയൽ സെൽസ്. സൈനോവിയൽ മെംബ്രെയിനിൽ കാണപ്പെടുന്നതാണ് ഈ സെല്ല്. ഇവർ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കും. ആ ഫ്ലൂയിഡ് എല്ലുകൾക്കിടയിലുള്ള ആ ഒരു ഫ്രിക്ഷൻ കുറക്കും. ഇനി ജോയിൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോയിൻസ്. ഇതിൻ്റെ പിക്ചർ എഗെയിൻ ഡയഗ്രാം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ടേബിൾ മിസ് പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഡയഗ്രാം എന്തായാലും ഓർത്ത് വെക്കണേ. ദെൻ കംസ് ടൈപ്സ് ഓഫ് ജോയിൻസ്. ഓക്കെ, 4 ജോയിൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പിവറ്റ് ജോയിൻറ്റ്, ഗ്ലൈഡിങ് ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ പെക്യൂലിയാരിറ്റി എന്താണ്? ബോൾ ഷേപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ ബോൺ വിച്ച് ഫിറ്റ്സ് ഇൻ ടു എ കപ്പ് ഷേപ്പ് സ്ട്രക്ചർ. മൂവ്മെൻറ്റ് പോസിബിൾ ഇൻ ഓൾ ഡിറക്ഷൻ. ഓക്കെ, അപ്പോൾ അത് കാണുന്നത് എവിടെയാണ്? ഷോൾഡർ ആൻഡ് ഹാൻഡ്, thigh bone ആൻഡ് പെൽവിസ്. അപ്പോൾ നമ്മളുടെ ഷോൾഡറിൽ കാണുന്നത് നമുക്കറിയാം 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബോള് അതിൻ്റെ ഒരു സോക്കറ്റിൽ കിടന്നിട്ട് വട്ടം കറങ്ങുന്ന പോലെയാണ് നമ്മളുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദെൻ ഹിഞ്ച് ജോയിൻറ്റിന് മലയാളത്തിൽ നമ്മൾ പറയും വിജാഗിരി സന്ധി. ഓക്കെ, വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്സ് ലൈക്ക് എ ഹിഞ്ച് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇപ്പോൾ വാതിലിനെ ജനലിനെ ഒക്കെ നമ്മൾ കാണുന്നതാണ് വിജാഗിരി. അതെന്താ ചെയ്യുക? അത് ഒരൊറ്റ ഡയറക്ഷനിലേ അത് മൂവ് ചെയ്യുള്ളൂ. തുറക്കുക, അടക്കുക, അതേപോലെ ചുരുക്കുക, മടക്കുക. ഓക്കെ, നമ്മുടെ നീ, എൽബോ, കാൽമുട്ട്, കൈമുട്ടൊക്കെ അങ്ങനെയല്ലേ? മടക്കുന്നു, നിവർത്തുന്നു, അങ്ങനെ വൺ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റാണ് പോസിബിൾ ആവുന്നത് ഹിഞ്ച് ജോയിൻറ്റിൽ. പിവറ്റ് ജോയിൻറ്റ്, ദ ജോയിൻറ്റ് ദാറ്റ് അലൗസ് ടു റൊട്ടേറ്റ് ഫ്രം എ ഫിക്സ്ഡ് പോയിൻറ്റ്. ഒരു ഫിക്സ്ഡ് പോയിൻറ്റിൽ വെച്ചിട്ട് കറങ്ങുന്ന പോലെ. ഓക്കെ, ഇപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങില്ലേ, അതേപോലെ. അതെവിടെയാണ് കാണുന്നത്? വെർട്ടിബ്ര ദാറ്റ് കണക്ട്സ് ടു നെക്ക്. നമ്മളുടെ നെക്കിൽ, നമ്മളുടെ സ്കള്ളിൽ, നമ്മുടെ കഴുത്തിൽ കാണുന്നതാണ് നമ്മളുടെ പിവറ്റ് ജോയിൻറ്റ്. നമ്മുടെ കഴുത്ത് അങ്ങനെയല്ലേ? നമ്മുടെ വെർട്ടിബ്രേൻ്റെ അറ്റത്തുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ തലയിങ്ങനെ നമ്മൾ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യും. ഇറ്റ്സ് പിവറ്റ് ജോയിൻറ്റ്. നെക്കിൽ കാണുന്ന ജോയിൻ്റാണ്. ദെൻ ഗ്ലൈഡിങ് ജോയിൻറ്റിൽ ബോൺസ് ആർ ഫ്ലാറ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ദാറ്റ് അലൗസ് ബോൺ ടു ഗ്ലൈഡ് പാർട്ട് ഈച്ച് അതർ. തെന്നി നീങ്ങുന്ന സന്ധിയാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. റിസ്റ്റിലും ആങ്കിളിലും ഒക്കെ കാണുന്നതാണ്. ഇതിങ്ങനെ തെന്നി നീങ്ങുന്ന പോലെയാണ്. അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആയിരിക്കും. അപ്പോൾ ഈ ബോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലൈഡ് ചെയ്ത് പോകുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഗ്ലൈഡിങ് ജോയിൻറ്റ് റിസ്റ്റിലും ആങ്കിളിലും.
ഇനി ബോഡി ഗ്രോത്ത് ആൻഡ് ബോൺ ഡെവലപ്മെൻറ്റ്. Growth during childhood and adolescence is associated with the development of skeletal system. Yes, നമ്മൾ ചെറുപ്പത്തിൽ വളരുന്ന പോലെ ഇപ്പം നമ്മൾ വളരുന്നുണ്ടോ? ഇല്ല. ബീയിങ് ആൻ അഡൾട്ട് ഇപ്പം നമ്മളുടെ വളർച്ച കുറേയൊക്കെ നിന്നു. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് തന്നെ നിങ്ങൾ 7ാം ക്ലാസ്സിലിട്ട യൂണിഫോം ഇപ്പോൾ ഒന്ന് എടുത്തു നോക്കൂ. നമ്മുടെ പാൻറ്റൊക്കെ അടി വരെ ഉണ്ടായിരുന്നത് ചിലപ്പോൾ ഇപ്പോൾ മുട്ടിൻ്റെ താഴെയൊക്കെ ആയിട്ടുണ്ടാവും. അതായത് അത്യാവശ്യം ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നാൽ മിസ്സിൻ്റെ ഒക്കെ ഏജിലെത്തുമ്പോൾ എന്താ മാറ്റം വരിക? നമ്മൾ വെയിറ്റൊക്കെ കൂടുന്നുണ്ടാവും, പക്ഷേ ഹൈറ്റിൽ വലിയ ഡിഫറൻസ് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വളരുന്ന പ്രായത്ത് നമുക്കറിയാം, വളരുന്ന പ്രായത്ത് നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പക്ഷേ ഇപ്പം നമുക്കത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എല്ലാ ഫുഡും കഴിക്കാൻ. നമുക്ക് ചിലപ്പോൾ ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈയോ ഒക്കെ കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാവും. ബട്ട് അങ്ങനെയല്ല, നമ്മൾക്ക് എല്ലാ ന്യൂട്രിയൻസും വേണ്ടൊരു സമയമാണ്, എസ്പെഷ്യലി നിങ്ങളുടെ സമയം, ചൈൽഡ്ഹുഡ് ഏജ് ഒക്കെ, അഡോളസൻസ്, ചൈൽഡ്ഹുഡൊക്കെ. അപ്പോൾ എന്താണ് കാൽഷ്യം? ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് കാൽസ്യം should deposit in the bones to ensure their hardness and strength. Food rich in calcium such as dairy products, milk, yogurt, butter, fish, leafy vegetables should be consumed in abundance at this age. അപ്പോൾ നമ്മൾ ഈ ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും ഒക്കെ എന്ത് വേണം? നന്നായിട്ട് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഈ ഫിഷും മീറ്റൊന്നും കഴിക്കാത്തവർക്ക് ദർ ആർ ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ്. ഡയറി പ്രോഡക്ട്സ് ഉണ്ട്, ബട്ടർ, പനീർ, മിൽക്ക്, യോഗേർട്ട്, ലീഫി വെജിറ്റബിൾസ്, ഇതെല്ലാം എന്താണ്? കാൽഷ്യം റിച്ച് ആയിട്ടുള്ളതാണ്. അതുപോലെ വൈറ്റമിൻ ഡി ഈസ് ഓൾസോ നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. അപ്പോൾ നമ്മളുടെ ബോഡിക്ക് കാൽഷ്യം വേണം. ഈ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നത് ആരാ? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമുക്ക് ഒരു കണക്കിന് നമ്മൾ സൺലൈറ്റിന് എക്സ്പോഷർ ഉണ്ടായാൽ തന്നെ നമുക്ക് കിട്ടും വൈറ്റമിൻ ഡി. നമ്മുടെ സ്കിന്നിലുള്ള സെൽസ് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യും സൺലൈറ്റിൻ്റെ എക്സ്പോഷർ കിട്ടുമ്പോൾ. അപ്പോൾ എൻ്റെ മക്കൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തും ഈവനിങ്ങും ഒക്കെ കുറച്ച് ലൈറ്റൊക്കെ എക്സ്പോഷർ ഉണ്ടാക്കാൻ ശ്രമിക്കണേ. ഓക്കെ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സംഭവമല്ലേ. സോ എഗ്ഗ്, ഫിഷ് ലൈക്ക് സാർഡൈൻ, മാക്രൽ ആർ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. നമ്മുടെ മുട്ട, അതേപോലെ മീൻ, അതിൽ മത്തി, അയല അല്ലെങ്കിൽ ചാള മത്തി സെയിം അല്ലേ, അങ്ങനത്തെ മീനുകളൊക്കെ വലിയ വലിയ മീനുകളല്ല, ചാളയും അയലയും, മത്തി, അയല പോലുള്ള മീനുകൾ എന്താണ്, അതിൽ വൈറ്റമിൻ ഡി ഭയങ്കര റിച്ചാണ്. സോ അത് കഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കുക. അതേപോലെ പ്രോട്ടീനും വേണം ബോൺ ഡെവലപ്മെൻറ്റിന്. ഇപ്പോൾ പ്രോട്ടീൻ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? മീറ്റിൽ നിന്ന് കിട്ടും, ബീൻസിൽ നിന്ന് കിട്ടും, പീസ് കിട്ടും, പിന്നെ എഗ്ഗ്, പാല്, ഇതിലൊക്കെ പ്രോട്ടീനും ഉണ്ട്. എല്ലാം നല്ല ഫുഡ് കഴിക്കുക, അതാണ് മെയിൻ സംഭവം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ബോൺ ഡിക്രീസസ്. നമ്മൾ ഇത് പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഏജ് കൂടുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് അതൊന്നും വലിയ ഫീൽ ചെയ്യില്ല, ബട്ട് ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും, മേക്കിംഗ് ദം വീക്കർ ആൻഡ് മോർ പ്രോൺ ടു ഫ്രാക്ചർ. സോ ന്യൂട്രീഷ്യസ് ഡയറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെൻറ്റിംഗ് ദ ഡിഗ്രഡേഷൻ ഓഫ് ബോൺസ്. അപ്പോൾ എല്ലിൻ്റെ തേയ്മാനത്തിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് ഒരു ഏജ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ല് തേയ്മാനം വരാതിരിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ പ്രോപ്പറായിട്ട് കഴിക്കണം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബോൺസിനെ കുറിച്ച് ഇത്രയൊക്കെ പഠിച്ചു. ഇനി ഈ ബോൺസിൻ്റെ ഫങ്ഷൻ വെറും ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് മാത്രമാണോ ബോൺസ്? വേറെ ബോൺസിൻ്റെ ഫങ്ഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ കേട്ടിട്ടില്ലേ ബോൺ മാരോ, അസ്ഥിമജ്ജ? യെസ്, ബോണിൻ്റെ ഉള്ളിലുള്ളതാണ് അസ്ഥിമജ്ജ. അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മളുടെ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത്. So it's a very important one, right? Then providing shape and support to the body, protecting internal organs. നമുക്കറിയാം നമ്മളുടെ എല്ലുകളില്ലെങ്കിൽ നമ്മളുടെ ഹാർട്ട്, ലങ്സ്, റിബ് കേജിൻ്റെ ഉള്ളിലാണല്ലേ. അതേപോലെ നമ്മുടെ ബ്രെയിൻ, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലയോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കൾ, ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ബ്രെയിൻ നല്ല സുരക്ഷിതമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ബോൺസാണ്. പിന്നെ ഹിയറിങ്, നമ്മളുടെ ചെവിയിൽ ബോൺസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയ ബോൺസ് കാണുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ചെവിയിലാണ്. ഓക്കെ, മാലിയസ്, ഇൻകസ്, ടേപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 കുഞ്ഞ് ബോൺസ് ഉണ്ട്. ഓക്കെ, അവർ ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കേൾവിക്ക് വേണ്ടിയിട്ട്. ദെൻ നമ്മളുടെ ബോഡിക്ക് കാൽഷ്യം, സൾഫേറ്റ് ഒക്കെ ആവശ്യമാകുമ്പോഴും നമ്മളുടെ ബോഡി ഓടി ചെന്നിട്ട് ചോദിക്കുന്നത് ആരോടാണോ? ബോൺസിനോടാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ
ബോഡിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സമയത്ത് കാൽഷ്യം സൾഫേറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളും ബോണാണ്. ഓക്കെ, സോ ബോൺ വെറുതെ ഒരു ചട്ടക്കൂട് മാത്രമല്ല, ഐ മീൻ ഒരു സ്ട്രക്ചർ മാത്രമല്ല, അവർക്ക് വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ബോൺ ഹെൽത്തിനെ ബാധിക്കും ഒബ്വിയസ്ലി. പിന്നെ കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുവേ. പിന്നെ ഓസ്റ്റിയോമാൽഷ്യ അഡൾട്ട്സിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, വീക്കനിങ് ഓഫ് ബോൺസ് ആൻഡ് ഇൻക്രീസിങ് ദ റിസ്ക് ഓഫ് ഫ്രാക്ചർ. ഈ വൈറ്റമിൻ ഡി ഒക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോവും, കാരണം എല്ല് വീക്കാണ്. സോ ഒന്നിങ്ങനെ തട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മളൊന്ന് വീഴുമ്പോഴേക്കും പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോവും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്.